2022 കോടിയേരി ബാലകൃഷ്ണൻ ആരോഗ്യ കാരണങ്ങളാൽ ഒഴിഞ്ഞപ്പോഴാണ് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ സിപിഐഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായത്. കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് കർഷക സമരങ്ങളുടെ വിളഭൂമിയായ മൊറാഴയിലെ കെ. കുഞ്ഞമ്പുവിന്റെയും എം.വി. മാധവിയമ്മയുടെയും 6 മക്കളിൽ രണ്ടാമനായ എം.വി. ഗോവിന്ദൻ 1970-ലാണ് പാർട്ടി അംഗമായത്. ചരിത്രം തുടിക്കുന്ന സമരഭൂമിയിൽ നിന്ന് അരനൂറ്റാണ്ടുകാലത്തെ പോരാട്ട ജീവിതത്തിന്റെ ആവേശവുമായാണ് ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടി സെക്രട്ടറി പദവിയിലെത്തിയത്. ബ്രിട്ടീഷ് സർക്കാർ തൂക്കുകയർ വിധിച്ച കമ്മ്യൂണിസ്റ്റ് ഗ്രാമമാണ് മൊറാഴ. കഴുമരത്തിൽ നിന്ന് ഇറങ്ങി വന്ന മൊറാഴ സമരനായകൻ KPR ഗോപാലൻ മാടായിൽ നിന്ന് ആദ്യ കമ്മ്യൂണിസ്റ്റ് നിയമസഭാംഗമാകുമ്പോൾ എം.വി. ഗോവിന്ദന് വെറും 4 വയസ്സ്. ൽ ബാലസംഘം പിറന്ന E.K. നായനാരുടെ ജന്മഗ്രാമമായ കല്യാശ്ശേരിയിൽ നിന്ന് ഗോവിന്ദന്റെ ജന്മഗ്രാമമായ മൊറാഴയിലേക്ക് വെറും 3 കിലോമീറ്റർ മാത്രമാണ് ദൂരം. കമ്മ്യൂണിസ്റ്റ് ചരിത്രം ചുറ്റും കോട്ടകെട്ടി നിൽക്കുന്ന ഗ്രാമങ്ങളിലൂടെ 8-ാം വയസ്സിൽ ബാലസംഘത്തിന്റെ കൊടിപറത്തി നടന്ന ബാലനിൽ നിന്ന് പോരാട്ടവും ചരിത്രവും സിദ്ധാന്തവും ഇഴകീറുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയിലേക്കുള്ള 6 പതിറ്റാണ്ടിന്റെ സമരനിർഭരമായ രാഷ്ട്രീയ യാത്രകളുടെ പേരാണ് സഖാവ് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ. അടിയന്തരാവസ്ഥക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് യൗവനത്തിന്റെ ചോരത്തിളപ്പിൽ എം.വി. ഗോവിന്ദനും ജയിലിലടക്കപ്പെട്ടു. KSF-ഉം KSYF-ഉം കടന്ന് DYFIയുടെ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയുമായി. അവിഭക്ത കണ്ണൂർ ജില്ലയിലെ കാസർകോട് താലൂക്ക് സെക്രട്ടറി, പാർട്ടിയുടെ വളണ്ടിയർ ക്യാപ്റ്റൻ. 2002 മുതൽ 2006 വരെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി, തുടർന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, കേന്ദ്ര കമ്മിറ്റി അംഗം, പോളിറ്റ് ബ്യൂറോ അംഗം. 1996-ലും 2001-ലും 2021-ലും നിയമസഭാംഗം. 2ാം പിണറായി മന്ത്രിസഭയിലെ എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. 2022-ൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി, കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ദേശീയ പ്രസിഡന്റും ദേശാഭിമാനി ചീഫ് എഡിറ്ററും. എല്ലാത്തിനുമപ്പുറം അടിമുടി ഒരു മാഷാണ്. പ്രസംഗപീഠത്തിലായാലും വാർത്താ സമ്മേളനത്തിലായാലും എം.വി. ഗോവിന്ദൻ മാഷ് പാർട്ടി സിദ്ധാന്തങ്ങളാണ് പറയുകയെങ്കിലും ദാരിദ്ര്യത്തിന്റെയും ഇല്ലായ്മയുടെയും ജീവിത സാഹചര്യങ്ങളോട് മല്ലിട്ട് വളർന്ന സ്വന്തം ജീവിതമാണ് ഏറ്റവും വലിയ സിദ്ധാന്തം. 1995-ൽ ഗോവിന്ദൻ മാഷ് കണ്ണൂർ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് സുനിൽ ചോപ്രയ്ക്കൊപ്പം പറശ്ശിനിക്കടവിലേക്ക് പ്രസംഗിക്കാൻ പോകുകയായിരുന്നു. റോഡ് പണി കാരണം കാർ ബ്ലോക്കിൽപ്പെട്ടു. പെട്ടെന്ന് കാർ നിർത്താൻ പറഞ്ഞ് മാഷ് കാറിൽ നിന്നിറങ്ങി കത്തുന്ന വെയിലിലും കരിയിലും പൊടിയിലും പണിയെടുക്കുന്ന തൊഴിലാളികളിൽ നിന്ന് പ്രായമേറിയൊരു സ്ത്രീയെ കാറിനടുത്തേക്ക് കൂട്ടിവന്ന് മാഷ് സുനിത്തിനോട് പറഞ്ഞു, ഇതാണ് എൻ്റെ അമ്മ. തീയിൽ കുരുത്ത ആ തൊഴിലാളി രാഷ്ട്രീയത്തിന്റെ പേരാണ് അന്നും ഇന്നും എം.വി. ഗോവിന്ദൻ. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.